രാത്രി സമയങ്ങളിൽ ഉറക്കത്തിലൊക്കെ കൈ ആകെ മരവിച്ചിരിക്കുക, രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൈ ആകെ തരിച്ചിരിക്കുക, അതുപോലെ എന്തെങ്കിലും സാധനങ്ങൾ പിടിച്ച് കത്തിയോ അല്ലെങ്കിൽ നമ്മൾ ഫോണൊക്കെ കൂടുതൽ നേരം ഉപയോഗിച്ചാലൊക്കെ കൈ ആകെ മരവിച്ച് വരുന്ന ഈ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് CTS അഥവാ കാർപ്പൽ ടണൽ സിൻഡ്രോം. അതായത് നമ്മുടെ കൈകളിലേക്ക് വരുന്ന നെർവുകളിൽ ഒന്നായിട്ടുള്ള മീഡിയൻ നെർവ് ഈ റിസ്റ്റ് ഭാഗത്ത് കാർപ്പൽ ടണൽ എന്നുള്ള ഒരു സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന പ്രഷർ മൂലം കംപ്രസ്ഡ് ആയി പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ തരിപ്പ് പോലെ മരവിപ്പ് പോലെയൊക്കെ കാണപ്പെടാറ്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ കൈയിൻ്റെ പൊസിഷൻ ചിലപ്പോൾ ഇങ്ങനെ ഫ്ലെക്സ്ഡ് ആയിട്ടായിരിക്കും കിടക്കുക, ഇങ്ങനെ മടങ്ങിയൊക്കെ കിടക്കും. ചിലപ്പോൾ ഇവിടെയുള്ള പ്രഷർ കൂട്ടുന്ന തരത്തിലുള്ള പൊസിഷനിലായിരിക്കും നമ്മൾ കിടക്കുന്നത്. അങ്ങനെയുള്ള സമയത്തൊക്കെയാണ് നമ്മുടെ സിംറ്റംസ് കൂടാറ്. റിസ്റ്റ് ഭാഗത്തേക്കുള്ള എക്സസൈസുകൾ, ഫ്ലെക്ഷൻ, എക്സ്റ്റൻഷൻ, ഇത്തരത്തിലുള്ള എക്സസൈസുകൾ ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ കൈ ബെൻഡായി പോവാതിരിക്കാനുള്ള റിസ്റ്റ് ബ്രേസസ് അവൈലബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളുള്ളവർ അത് നെഗ്ലക്റ്റ് ചെയ്ത് പോകരുത്. കാരണം നമ്മുടെ ഈ ഭാഗത്തേക്കുള്ള നെർവിനെ അത് ഡാമേജ് ചെയ്യിക്കുന്ന തരത്തിലേക്ക് വരും. കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുക്കും, അത് ഡ്രോപ്പായി പോവുക. അതുപോലെ തന്നെ ഈ ഭാഗത്തേക്കുള്ള CTSൻ്റെ സർജറി കഴിഞ്ഞവർ വരെ പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്. കയ്യിനും പിന്നെ മരവിപ്പ് വരുന്നുണ്ട്, അതുപോലെ കയ്യിനും പാലക്കുറവ് പോലെ തോന്നുന്നുണ്ട്. അതായത് എന്തെങ്കിലും സാധനങ്ങൾ എടുത്ത് ഇങ്ങനെ പിഴിയുമ്പോഴൊന്നും അത്രയ്ക്കൊരു ബലം കിട്ടുന്നില്ല, സാധനങ്ങൾ പിടിക്കുമ്പോൾ അത്ര ശക്തി കിട്ടുന്നില്ല, അതുപോലുള്ള ലക്ഷണങ്ങളെല്ലാം കാണാറുണ്ട്. ഹോമിയോപ്പതിയിൽ നമുക്ക് ഈ ഭാഗത്തേക്കുള്ള കംപ്രഷൻ കുറക്കാനും ഈ നെർവ് സപ്ലൈക്ക് ഇമ്പ്രൂവ് ചെയ്യിക്കാനുള്ള മെഡിസിൻസ് ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടാറുണ്ട്.